പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ദില്ലിയിൽ ഉന്നതതല യോഗം ആരംഭിച്ചു. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അധ്യക്ഷതയിലാണ് യോഗം പുരോഗമിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. സ്വാമി, രാജ്യത്ത് അതിരൂക്ഷമായ പണപ്രതിസന്ധി ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ ഉന്നതതല യോഗം ചേരുന്നത്. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അധ്യക്ഷതയിലാണ് യോഗം പുരോഗമിക്കുന്നത്. ധനമന്ത്രാലയത്തിലെയും റിസർവ് ബാങ്കിലെയും ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ATMകളിലേക്കും ബാങ്കുകളിലേക്കും പണം എത്തിക്കുന്നതിനാവശ്യമായ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിസന്ധിക്കുണ്ടായ പ്രധാന കാരണം ബാങ്കുകളിൽ റിസർവ് ബാങ്ക് പറയുന്നത് ആവശ്യത്തിന് നോട്ടുകൾ 2000-ന്റെയും 500-ന്റെയും നോട്ടുകൾ ഉണ്ട് എന്നാണ്. പക്ഷെ ബാങ്കുകളിലേക്ക് ഇത് എത്തിക്കാൻ കഴിയാത്തതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്നുള്ളതാണ് റിസർവ് ബാങ്ക് പറയുന്നത്. എന്നാൽ ഈ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്നതിനെ സംബന്ധിച്ച ചർച്ചയുമായി നടക്കുന്നത്. ഈ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ടും കൂടുതൽ വാഹനങ്ങൾ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടും പണം ബാങ്കുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ 1000-ന്റെ നോട്ടുകൾ, 1000 രൂപയുടെ പുതിയ നോട്ടുകൾ പരമാവധി വേഗത്തിൽ ബാങ്കുകളിൽ എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം യോഗം പരിശോധിക്കുന്നുണ്ട്. യോഗത്തിന് ശേഷം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി മാധ്യമങ്ങളെ കാണും. എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കും. തോന്നുന്നു നോട്ട് പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. സന്തോഷ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. 500, 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ സർക്കാർ നടപടി ജനം സ്വീകരിച്ചുവെന്ന് പ്രധാനമന്ത്രി. ജപ്പാൻ സന്ദർശന വേളയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് മേലാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള നീക്കം സ്വിസ് ബാങ്കുകളിലാണ് നടത്തേണ്ടതെന്ന് ശിവസേനയും ആരോപിച്ചു. 500, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിപക്ഷം ആരോപണം ശക്തമാക്കിയതിന് പിന്നാലെയാണ് നടപടിയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയത്. കള്ളപ്പണത്തിനെതിരെയുള്ള ശുചിത്വ പരിപാടിയാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ നീക്കം ജനം സ്വീകരിച്ചെന്നും ജപ്പാൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. जब 8 तारीख को मैंने राष्ट्र के नाम संबोधन किया तब भी कहा था कि इतना बड़ा देश है, 50 दिन दिए हैं, जल्दबाजी करने की जरूरत नहीं है। 50 दिन दिए हैं, जाकर के अपने जो ईमानदारी के हक के पैसे हैं वो जमा कराएं, बदले में उनको खाते में पैसे आ जाएंगे. കള്ളപ്പണത്തിനെതിരെയുള്ള സർക്കാർ നടപടിയെ വിമർശിക്കാൻ ജനങ്ങളെ ചിലർ പ്രേരിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം നോട്ട് പിൻവലിക്കലിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് മേലാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതെന്നും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. സർക്കാർ നോട്ടുകൾ പിൻവലിക്കുന്നതിന് മുൻപേ വിവരങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ചോർത്തി നൽകിയിരുന്നുവെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. അതേസമയം കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള സർജിക്കൽ സ്ട്രൈക്ക് സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളിലാണ് നടത്തേണ്ടതെന്ന പ്രതികരണവുമായി ശിവസേനയും രംഗത്തെത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് പണമിടപാടുകൾക്കായി ജനം 4ാം ദിനത്തിലും നെട്ടോട്ടമോടുന്നു. 100-ന്റെ നോട്ടുകൾക്കുണ്ടായ ക്ഷാമം ബാങ്കുകൾക്ക് തിരിച്ചടിയായി. എപ്പോൾ നോട്ടുകൾ എത്തിക്കുമെന്നതിൽ RBI കൃത്യമായ മറുപടിയും നൽകുന്നില്ല എന്നാണ് പരാതി. ഇതേ തുടർന്ന് പല ATMകളിലും പണമില്ലാത്തതിനാൽ നേരത്തെ പൂട്ടി. ബാങ്കുകളിലാകട്ടെ രാവിലെ മുതൽ ആരംഭിച്ച തിരക്ക് അവസാനിക്കുന്നുമില്ല. ഈ മാസം 8-ാം തീയതി രാത്രിയോടെ കേന്ദ്രം പിൻവലിച്ച 500, 1000 രൂപ നോട്ടിന്റെ പ്രത്യാഘാതത്തിൽ നിന്നും ജനം ഇനിയും കരകയറിയിട്ടില്ല. സംസ്ഥാനത്തും ATMകളിൽ നിന്ന് പണമെടുക്കുന്നതിനും ബാങ്കുകളിൽ പണമിടപാട് നടത്തുന്നതിനുമായി ജനങ്ങൾ 4ാം ദിനത്തിലും നെട്ടോട്ടമോടുകയാണ്. ഈ സാഹചര്യത്തിൽ 100-ന്റെ നോട്ടുകൾക്കുണ്ടായ ക്ഷാമം ബാങ്കുകൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. 500, 1000 രൂപ ഉണ്ടായിരുന്നപ്പോൾ ഒരു ATMൽ 48 ലക്ഷം രൂപ വരെ നിറച്ചിരുന്നു. എന്നാൽ അത് 100, 50 എന്നാക്കിയപ്പോൾ 4 ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങി. ഇതോടെ 225 പേർക്ക് മാത്രമാണ് ഒരു ATMൽ നിന്നും 2000 രൂപ പിൻവലിക്കാനാവുക. എപ്പോൾ 100 രൂപ ബാങ്കുകളിൽ എത്തിക്കുമെന്നതിൽ RBI കൃത്യമായ മറുപടി നൽകുന്നില്ലെന്നാണ് ബാങ്കുകളുടെ പരാതി. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ പല ATMകളിലും പണമില്ലാത്തതിനാൽ ഭാഗികമായി പ്രവർത്തനം നിലച്ചു. എന്നാൽ ബാങ്കുകളിൽ രാവിലെ മുതൽ 4ാം ദിനത്തിലും തിരക്കിന് കുറവുണ്ടായില്ല. ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയി. ഇന്നലെ വലിയ ക്യൂ ആയിരുന്നു. ആ ക്യൂ കൊണ്ട് പേടിച്ച് തിരിച്ചു പോയതാ. ATM വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പറയുന്നത് ഇന്നാകും നാളെയാകും. ഇന്നലെ വൈകിട്ട് പറഞ്ഞാൽ 3 മണിയാകുമ്പോൾ പിന്നെ പലരും പോയി പലരുടെ ബാങ്ക് SBI എന്നൊക്കെ SBT പോയി എടുത്തിട്ടുണ്ട്. 2ാം ശനിയായ ഇന്നും ഞായറാഴ്ചയായ നാളെയും ബാങ്കുകൾ പ്രവർത്തിപ്പിച്ച് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള അവസാനവട്ട ശ്രമമാണ് RBI നിർദ്ദേശപ്രകാരം ബാങ്കുകൾ ചെയ്യുന്നത്. എന്നാൽ 100 രൂപയ്ക്ക് നേരിടുന്ന ക്ഷാമം പരിഹരിക്കാതെയും പുതിയ 500-ന്റെ നോട്ടുകൾ ATMൽ എത്തിക്കാതെയും പ്രശ്നപരിഹാരം വേഗത്തിൽ സാധ്യമല്ലെന്നാണ് വിലയിരുത്തൽ. ഷീജ, തിരുവനന്തപുരം.
നോട്ട് പ്രതിസന്ധി തുടരുന്നു. കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോഴും ജനങ്ങൾ ATM-ന് മുന്നിലൊക്കെ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത്? ായി തുടരുന്ന പ്രതിസന്ധി കൊച്ചിയിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ATM-കൾക്ക് മുൻപിലെല്ലാം തന്നെ വലിയ നീണ്ട നിര തന്നെയാണ് ഉള്ളത്. ഇന്നലെ ഉച്ചയോടെ തന്നെ പല ATM-കളുടെയും പ്രവർത്തനം നിലയ്ക്കപ്പെട്ടതാണ്. ഇന്ന് രാവിലെയും പല ATM-കളും ഷട്ടർ അടച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പലരും ബാങ്കുകൾ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അതായത് രാവിലെ 9 മണിയോടെ തന്നെ പലരും ബാങ്കുകൾക്ക് മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ പല ATM-കളും അടഞ്ഞ നിലയിലായിരുന്നു കാണപ്പെട്ടത്. എന്നാൽ ഒരു 11 മണിയോടെ ചില നാമമാത്രമായ ATM-കൾ തുറന്നപ്പോൾ തന്നെ വലിയ ക്യൂ തന്നെയാണ് ഈ ATM-കൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ ക്യൂ ഇപ്പോഴും തുടരുകയാണ്. ഇതിനൊരു ശമനമായിട്ടില്ല. കാരണം ഈ നഗരത്തിൽ വളരെ ചുരുങ്ങിയ ATM-കൾ മാത്രമേ ഇത്തരത്തിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. ഇതുകൂടാതെ ചില്ലറയ്ക്ക് വേണ്ടിയുള്ള പ്രതിസന്ധിയും തുടരുകയാണ്. കാരണം 100-ന്റെ നോട്ടുകൾക്ക് വലിയ ക്ഷാമം നേരിടുന്നു. ബാങ്കുകളിൽ തന്നെ പലപ്പോഴും ഈ 100-ന്റെ നോട്ടുകൾ കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതുകൂടാതെ പെട്രോൾ പമ്പുകളിലും മറ്റും ഇത്തരത്തിൽ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ കൊടുക്കുമ്പോൾ അത് മടക്കി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഈ 3 ദിവസങ്ങളായി തുടരുന്ന പ്രതിസന്ധി ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കൊച്ചിയിലെ ATM-കൾക്ക് മുൻപിൽ നിന്നുള്ള നീണ്ട ക്യൂ കാണുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്. ഉമേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അതേസമയം കൊണ്ടോട്ടി SBT ശാഖയിൽ 35,000 രൂപയുടെ കള്ളനോട്ട് പിടികൂടി. പണം അടയ്ക്കാനെത്തിയ സ്ത്രീയിൽ നിന്നാണ് കള്ളനോട്ട് പിടികൂടിയത്. വിവരങ്ങളുമായി സ്വാലി ചേരുന്നുണ്ട്. സ്വാലി, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, മലപ്പുറം കൊണ്ടോട്ടിയിലാണ് സംഭവം. കൊണ്ടോട്ടി SBT ശാഖയിൽ നിക്ഷേപിക്കാനെത്തിയ പണത്തിലാണ് ഇത്തരത്തിൽ കള്ളനോട്ട് കണ്ടത്. 1000 രൂപയുടെ നോട്ടുകളാണ് ഇത്. 35,000 രൂപയാണ് ഒരു സ്ത്രീ, കൊണ്ടോട്ടി സ്വദേശിയായ ഒരു സ്ത്രീയിൽ നിന്ന് നിക്ഷേപിക്കാനായി എത്തിയിരുന്നത്. ഇതിൽ 35,000 രൂപയും കള്ളനോട്ടാണ്. ഇത് കൊണ്ടോട്ടി പോലീസിന് കൈമാറിയിട്ടുണ്ട്. വീട് നിർമ്മാണത്തിനായി ശേഖരിച്ചു വെച്ച പണമാണ് എന്നാണ് പോലീസിനോട് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതേസമയം 35,000 രൂപയും കള്ളനോട്ട് ആയ സാഹചര്യത്തിൽ ഇത് മറ്റാരെങ്കിലും കൊടുത്തുവിട്ടതാണോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതായാലും കൊണ്ടോട്ടി പോലീസ് ഈ നോട്ടുകൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഈ സ്ത്രീയെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ കള്ളനോട്ട് സംഘങ്ങൾ സജീവമാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത്തരം കള്ളനോട്ട് വ്യാപിപ്പിക്കുന്ന സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നതായി നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് ഇത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇത് എങ്ങനെ ഇവരുടെ കയ്യിലെത്തി എന്ന് പോലീസ് ഗൗരവത്തോടെ തന്നെയാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. സോമി, മലപ്പുറം കൊണ്ടോട്ടി SBT ശാഖയിൽ പണമടയ്ക്കാനെത്തിയ സ്ത്രീയിൽ നിന്നും കള്ളനോട്ട് പിടിച്ചെടുത്തു. സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. സഹകരണ ബാങ്കുകളെ തകർക്കാൻ ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് കാനം രാജേന്ദ്രൻ. RBIയുടെ അംഗീകാരത്തോടെയാണ് സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നതെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയെ തകർക്കുന്നതിനുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ കാണേണ്ടതുണ്ട്. ജില്ലാ സഹകരണ ബാങ്കുകളാണെങ്കിലും സംസ്ഥാന സഹകരണ ബാങ്കാണെങ്കിലും മറ്റേത് ബാങ്കുകളും റിസർവ് ബാങ്കിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ്, അവരുടെ ലൈസൻസോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. നോട്ടിന് ഏർപ്പെടുത്തിയ നിരോധനത്തെ തുടർന്ന് അരിക്കമ്പോളത്തിൽ വ്യാപാരം കുറഞ്ഞു. ആന്ധ്ര ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വാങ്ങുന്നതും മൊത്ത വ്യാപാരികൾ നിർത്തിവെച്ചു. നോട്ടിന്റെ ക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ അരി ഭക്ഷ്യധാന്യക്ഷാമം നേരിടുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ എന്ന പ്രയോഗം പോലെയായി 500-ന്റെയും 1000-ന്റെയും നോട്ടുകളുടെ നിരോധനം. കേന്ദ്ര സർക്കാർ നടപടി കള്ളപ്പണം തടയുമോ എന്തോ. പണികിട്ടിയതിന്റെ പട്ടികയിൽ അരിയും പെട്ടു. സംസ്ഥാനത്തെ അരികമ്പോളത്തിൽ 70% വിൽപ്പന കുറഞ്ഞു. ഇക്കൂട്ടത്തിൽ ഭക്ഷ്യധാന്യങ്ങളും ഉൾപ്പെടും. അരി വാങ്ങാൻ വരുന്നവർ നിരോധിച്ച നോട്ടുകളുമായി എത്തുന്നുവെന്ന് വ്യാപാരികൾ പറയുന്നു. 1 പൈസയുടെ വില പോലുമില്ലാത്ത നോട്ടുകൾ വാങ്ങാൻ കഴിയാത്തതിനാൽ അരി വിൽക്കാനും കഴിയുന്നില്ലെന്ന് കൊല്ലം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് രമേഷ് കുമാർ പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ 70% ബിസിനസ് കുറവാണ്. 70 ഒരു 80% ബിസിനസ് തന്നെ കുറവാണ്. കാരണം പഴയ നോട്ടേ ഉള്ളൂ എല്ലാവരുടെ കയ്യിലും. ആ നോട്ട് വാങ്ങാൻ പാടെന്ന് പറയുമ്പോൾ ആ നോട്ടല്ലേ വരത്തുള്ളൂ. അപ്പോൾ ആ നോട്ടിന് സാധനം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ അതുകൊണ്ട് 70-80% ബിസിനസ് കുറവാണ്. അതിനിപ്പം വരുന്ന ആളുകളിൽ ചില സമയത്ത് ബാങ്കിൻ്റെ പ്രവർത്തനത്തിന് പല ശനി ഞായറൊക്കെ വെച്ച സ്ഥിതിക്ക് ചില സമയത്ത് അത് മാറ്റം ഉണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഏതാണ്ട് ഇത് ഒരു കറക്റ്റായി പറഞ്ഞെങ്കിൽ ഒരു 10-20 ഒരു 2-3 ആഴ്ചയെങ്കിലും കുറഞ്ഞ പക്ഷം ഈ ഒരു മാറ്റം ഉണ്ടാകാൻ വരും.
തെക്കൻ കേരളത്തിലേക്ക് ട്രെയിൻ ചരക്ക് ഗതാഗതം നിർത്തിവെച്ചതിനാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യധാന്യം കേരളത്തിലേക്ക് എത്തിക്കുന്നത് ലോറിയിലാണ്. മില്ലുടമകൾക്കും ലോറി ഉടമകൾക്കും പണം നൽകാൻ ബുദ്ധിമുട്ടായതിനാൽ അരി വാങ്ങുന്നത് മൊത്തവ്യാപാരികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അരി വാങ്ങുന്നത് നമ്മൾ കച്ചവടക്കാർ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചില്ലേ. കാരണം വെച്ചാൽ വാങ്ങിയാൽ ലാറി വാടക എബോ 50,000 കൊടുക്കേണ്ടി വരും. 50,000 നമ്മൾ 20,000 രൂപ ക്യാഷ് കൊടുക്കും. അപ്പോൾ 20,000 രൂപ ക്യാഷ് കൊടുക്കുന്നതിന് സെയിലില്ലാത്തതിന് നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധനം കൊടുത്തിട്ടില്ല. 1947 രാജ്യം പുറത്തിറക്കിയ നാണയമാണിത്. തലയും പുലിയും ആലേഖനം ചെയ്ത നാണയം. ഇത് 1970 നിരോധിച്ചു. ഇപ്പോൾ 1000ന്റെയും 500ന്റെ നോട്ടുകളും നിരോധിച്ചു. എന്തായാലും നിരോധനം കൊണ്ട് പ്രതിസന്ധി മാത്രമാണ് ബാക്കിയായത്. പ്രായോഗിക തലത്തിൽ നിരോധനങ്ങളെല്ലാം ഫലവത്താകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. കൊല്ലത്ത് 1000ന്റെയും 500ന്റെയും നോട്ടുകൾ അസാധുവായതറിഞ്ഞ് ഭിന്നശേഷിക്കാരനായ മധ്യവയസ്കൻ കുഴഞ്ഞു വീണ് മരിച്ചു. കൊല്ലം തേവലക്കര സ്വദേശി വർഗീസ് ആണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഹൃദ്രോഗ ചികിത്സയ്ക്കായി സൂക്ഷിച്ചിരുന്ന 36,000 രൂപയിൽ 5,000 രൂപ മാറ്റാനായി സുഹൃത്തിനെ ഏൽപ്പിച്ച് കൈവശമുള്ള തുക കത്തിച്ചു കളയുകയെ നിവൃത്തിയുള്ളൂ എന്നറിയിച്ചതിനെ തുടർന്ന് വർഗീസ് കുഴഞ്ഞു വീഴുകയായിരുന്നു. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലെ തൊഴിലാളി സംഘടനയായ ബെഫിയുടെ 12ാമത് സംസ്ഥാന സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി. കറൻസി നിരോധനത്തിലൂടെ സാധാരണക്കാർ ബുദ്ധിമുട്ടുമ്പോഴാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന ആക്ഷേപത്തിനെതിരെ സത്യം ജനങ്ങളിലെത്തിക്കാൻ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമ്മേളനം മറ്റന്നാൾ സമാപിക്കും. രാജ്യത്ത് കറൻസി പിൻവലിച്ച സംഭവം വലിയ ചർച്ചാ വിഷയമായ ഘട്ടത്തിലാണ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബെഫിയുടെ 12ാമത് സംസ്ഥാന സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കം കുറിച്ചത്. 3 ദിവസമായി നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം CITU ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിനെതിരെ പ്രസ്താവനയുമായി രംഗത്തെത്തിയവരെ എളമരം വിമർശിച്ചു. ഇന്ത്യയിലെ ആകെ ജനങ്ങളെ ഗുരുതരമായ കുഴപ്പത്തിലേക്ക് തള്ളിവിട്ട സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പ്രതിനിധി ജനങ്ങളുടെ മുമ്പിൽ കുറ്റവാളികളായി നിൽക്കുമ്പോൾ ബെഫിയുടെ നേരെ തിരിയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. നരേന്ദ്രമോദി പതിവ് പോലെ പ്രചരണത്തിന് വേണ്ടിയെടുത്ത ഒരു നടപടി സാമ്പത്തിക രംഗത്ത് ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച സമ്മേളനം മാസങ്ങളുടെ നടപടിക്രമത്തിന് ശേഷമാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. സമ്മേളനത്തിന്റെ സമയക്രമത്തെ വിമർശിക്കുന്നവർക്ക് ബെഫി മറുപടി നൽകി. ഈ സമ്മേളനത്തിൽ ഇന്ന് ഈ കാലിക പ്രസക്തമായ പ്രശ്നം ഉയർന്നു വരും. ഞങ്ങൾ ഇന്നിവിടെ റെസൊല്യൂഷൻ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ യഥാർത്ഥ വിഷയം കാരണം രാജ്യത്താകെ സർക്കുലേഷനുള്ള കറൻസിയുടെ 90% അസാധുവാക്കിയതിനു ശേഷം 10% കറൻസി കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ ഊട്ടണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? അത് ഗവൺമെന്റിന്റെ പരാജയം മറച്ചു വയ്ക്കാൻ വേണ്ടി ട്രേഡ് യൂണിയനുകളുടെ പുറത്തേക്ക് പഴിചാരുന്ന സമീപനം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ അവസാനിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നാളെ നടക്കുന്ന വനിതാ സമ്മേളനം ആരോഗ്യമന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. 100 കണക്കിന് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കറൻസി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ദില്ലിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വാർത്താസമ്മേളനം നടത്തുകയാണ്. തത്സമയത്തിലേക്ക് तो अगर आप पूरे बैंकिंग व्यवस्था में क्या हो रहा है तो उसको आप स्टेट बैंक का आंकड़ा लेकर रफली मल्टीप्लाई कर सकते हैं. आज दोपहर 12:15 तक के 12:15 तक यानी 2 दिन पूरे और आज का आरंभिक 3-4 घंटे स्टेट बैंक ने अकेले जो नॉर्मल बिजनेस है इसमें वो नहीं है. मैं केवल करेंसी रिप्लेसमेंट की बात कर रहा हूं और करेंसी रिप्लेसमेंट में बैंक्स में 5 तरह के ट्रांजैक्शंस हैं. पहला ट्रांजैक्शन है कि लोग आकर कैश डिपॉजिट करते हैं. दूसरा ट्रांजैक्शन है कि उस कैश में से कुछ विड्रॉ करना चाहें तो विड्रॉ करते हैं. तीसरा ट्रांजैक्शन है कि कैश के बदले में कैश एक्सचेंज करते हैं. चौथा है कि ATM से कैश लेते हैं. पांचवा है कि कैश डिपॉजिट मशीन्स में डिपॉजिट कर देते हैं. तो ये 5 तरह के सर्विस पॉइंट्स हैं हर बैंक में.
इसके अलावा पोस्ट ऑफिस के अलग हैं, वो उसमें मैं अभी नहीं जा रहा। तो इन 5 ट्रांजैक्शंस में स्टेट बैंक ने ये 2-2.25 दिन में, आज दोपहर को 12:15 बजे तक 2,28,00,000 ट्रांजैक्शंस किए हैं। बहुत कम लोग होंगे जो 2 बार आए होंगे। कुछ आए होंगे 2 बार। तो इसका आप अंदाजा लगा सकते हैं कि कुल मिलाकर बैंकिंग सिस्टम जो है, इसका अगर आप मल्टीप्लायर ले लें तो कितनी मात्रा में लोगों को बैंक सर्विस कर रहे हैं। कि 2,28,00,000 ट्रांजैक्शंस केवल स्टेट बैंक के हैं, तो 3, 4, 5 गुना ज्यादा ट्रांजैक्शंस टोटल बैंकिंग व्यवस्था के उसमें से अंदाजन निकलते हैं। स्टेट बैंक के जो मॉनेटरी ट्रांजैक्शंस हैं, ये 2.25 दिनों में 54,370 54,370 और करोर्स, और जिसमें से जो पैसा कैश डिपॉजिट हुआ है, जिन लोगों ने सिर्फ स्टेट बैंक में डिपॉजिट किया है 12:15 बजे तक, वो है 47,868 47,868 करोड़। इसका आप अंदाजा लगा लीजिए कि जो इस योजना का उद्देश्य था कि जो कैश ट्रांजैक्शंस हैं बैंकिंग सिस्टम में आए, अगर इसको 4 या 5 से आप मल्टीप्लाई करते हैं तो यह संख्या लगभग 2 लाख करोड़ की तरफ, 1.5 से 2 लाख करोड़ की तरफ जा रही है पहले 2-2.25 दिन में ही, जो कि बैंकिंग व्यवस्था का एक हिस्सा बन रही है। സൗമ്യ കേസിൽ ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയതിനെ വിമർശിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് മാർക്കണ്ഡേയ ഗഡ്ജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. സൗമ്യ വധക്കേസ് വിചാരണയ്ക്കിടെയുണ്ടായ സംഭവങ്ങളെക്കുറിച്ചായിരുന്നു പോസ്റ്റ്. ഇന്നലെയായിരുന്നു ഗഡ്ജ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്.